3 ഇപ്പോൾ 3 കേസെന്ന് പറഞ്ഞാൽ 2 മരണം, ഒന്ന് ശ്രമം. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടി വേണം. നിങ്ങൾക്കറിയാമല്ലോ, ഈ പേഴ്സണൽ ട്രാജഡിയിലൊന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല ആണ് ഞാൻ. എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷണം നടക്കണം. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സൊക്കെ അവരുടെ കുടുംബക്കാരുടെ ഒപ്പമാണ്. എന്തൊരു നഷ്ടമാണ്. 3 പേരും യുവപേരാണ്. ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവർക്കും ദുഃഖം തോന്നും. നമ്മുടെ സാമൂഹ്യത്തിനകത്ത് തന്നെ ഒരു മുറിയാണത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, രാഷ്ട്രീയമൊന്നും വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം നടക്കണം. എന്താണ് ഫാക്ടേഴ്സ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ക്ലീൻ റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പിൽ വെക്കേണ്ടത്. ഞാൻ അതിൽ ഇറങ്ങുന്നില്ല. എനിക്കറിയില്ല, ഷാവിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ. ഞാൻ ഈ ഒരു മനുഷ്യൻ മരിച്ചുപോയ ശേഷം ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല. ഒരു കാര്യമേ പറയുന്നുള്ളൂ, സാധാരണ നമ്മൾ പറയും പ്രവർത്തകർക്ക് സംരക്ഷണം പാർട്ടി ഒരുക്കണമെന്ന്. മറ്റൊരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഇപ്പം രാഷ്ട്രീയ ആക്രമണം നടത്തുമ്പോൾ, കൊലപാതകങ്ങൾ നടക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, BJPയുടെ നേതൃത്വം BJPയിലെ തെറ്റായിട്ടുള്ള ഫോഴ്സുകളിൽ നിന്ന് പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് പറയുകയാണ്. അവരുടെ സാധാരണക്കാരുടെ പ്രവർത്തകരുടെ ജീവൻ, ഏത് രാഷ്ട്രീയമായാലും, സാറ് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിന്റെ ജീവനാണ്, ഒരാളുടെ ജീവനാണ്. ആ പ്രവർത്തകരുടെ ജീവൻ BJP തന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് ഇതൊരു അതിശയം തന്നെ. കാരണം എനിക്ക് വേഷം നല്ലോണം അറിയാം. എൻ്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. ആത്മാർത്ഥതയോടെ ഈ നഗരത്തിൽ പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് KSUവിൻ്റെ അകത്ത്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തിൽ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കടലാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം. ആ അപ്പീൽ ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. പക്ഷേ ഒരു ഫെയർ ഹിയറിംഗ് വേണം ഞങ്ങൾക്ക്. ഈ കുട്ടി നല്ലോണം ഇവിടെ താമസത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് BJP അന്വേഷിക്കണ്ടേ? നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒക്കെ ചോദിക്കണം. അന്വേഷണം നടക്കണം. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് 24 മണിക്കൂറും കൂടി ആയിട്ടില്ല. നമ്മളിങ്ങനെ രാഷ്ട്രീയം ചെയ്യണത് ശരിയല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസുകാർ അവർ ജോലി ചെയ്യട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.